ചിത്രം എന്നുള്ളൊരു സിനിമ. ആ സിനിമയുടെ മോഹൻലാലിൻ്റെ കഥാപാത്രം തന്നെയാണ് എന്നെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം തുടക്കം മുതലേ തട്ടിപ്പും വെട്ടിപ്പുമുള്ളൊരു കഥാപാത്രം, കോമഡിയിലൂടെ മോഹൻലാലിൻ്റെ സ്റ്റൈലും കോമഡി എല്ലാ വെട്ടിപ്പും ഉണ്ട്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ഡ്രാമയുണ്ട് ആ സിനിമയിൽ നിന്ന് ആലോചിക്കണം. ആ സിനിമയിലെല്ലാം കഴിഞ്ഞ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ മോഹൻലാൽ ആരാണ് എന്നൊരു തിരിച്ചറിവുണ്ടാവുകയാണത്. ഇയാൾ ഒരു കൊലയാളിയാണ്, ഇയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ്. ആരെയാണ് കൊന്നിരിക്കുന്നത്? അവിടെ പോലീസ് ഓഫീസറായ സോമൻ വരാണ്. ഇയാൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാനും വരുന്ന ആ സമയം മുതൽ ഈ സിനിമയുടെ ട്രെൻഡേ മാറി, ഈ കഥാപാത്രത്തിൻ്റെ ട്രെൻഡേ മാറി. പിന്നെ നമ്മൾ അവിടെ കാണുന്നൊരു കഥാപാത്രമുണ്ട്, മോഹൻലാലിൻ്റെ കഥാപാത്രം. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ സോമൻ ചേട്ടൻ തനിച്ചല്ലേ ഉള്ളൂ. മോഹൻലാൽ ഈ സോമൻ ചേട്ടനെ വെട്ടിച്ചുകൊണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സോമൻ ചേട്ടൻ മറ്റേ തോക്കെടുത്ത് ഇയാൾ വെടിവെച്ച് വീഴ്ത്തി അവിടെ സിനിമ തീരും എന്നാണ് നമ്മൾ വിചാരിക്കുക. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടിനുമിടയിൽ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞ മോഹൻലാൽ എന്നാലോചിക്കണം. മോഹൻലാൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇപ്പോൾ ജീവിക്കാൻ കൊതി തോന്നുന്നു, എന്നെ കൊല്ലാതിരുന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ പോലും അറിയാതെ നനഞ്ഞു പോകുന്നുണ്ട്.